Hello, my name is John Shinoj and I am from Muvatupuzha in Ernakulam. After 10th standard, my parents were in search of a very good school to do my plus 1 and plus 2 studies along with entrance coaching. Pretty soon they suggested KE Mananam, and it was my first time staying away from home, so I was a bit scared and didn't want to stay far, but still hesitantly I joined, and after a month I was very comfortable and accustomed, and I was very much happy with the way their hostels were and all the teachers and all the accommodations, and they were very good, especially the food. I thought I would miss my home, but it was okay after about a month. And one of the main things I was scared about was whether or not I will be able to handle both school and the integrated program that I was joining into. Teachers were especially very supportive because it was not their first time dealing with such students in this integrated program. So they were always ready to help extra if you wanted something a little bit more. They were always there. My class teacher for 11th standard was Mariamma Miss, and plus 2 was Shabira Miss, and both were very extremely helpful and very supportive in my journey. Another thing I especially liked about KE Mananam was our principal Mullasheri Achan. He created an ambient environment for us to study, and not only that, there were like celebrations often and opportunities for us to play and for arts and stuff. And I actually thought it was just an education only, studies only place, but it was actually much more than that, and it was very fun. ജോണ് ചെറുപ്പം മുതൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന ആ ഒരു രീതി ഉള്ളത് കൊണ്ട് തന്നെയാണ് മാന്നാനം നല്ല സ്കൂളാണെന്ന് മനസ്സിലാക്കി അവിടെ ചേർക്കാനുണ്ടായ സാഹചര്യം. 1ാം റാങ്ക് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചില്ലെങ്കിൽ 5-നുള്ളിൽ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവനതുപോലെ അധ്വാനിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നല്ലപോലെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അവന്. അതുകൊണ്ടാണ് അവന് റാങ്ക് കിട്ടിയതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചേട്ടൻ ഹോസ്റ്റലിലിരുന്ന് മടുക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ വന്ന് കളിക്കും. പിന്നെ ഇടയ്ക്ക് TV കാണും. പിന്നെ ഞങ്ങൾ ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ വളരെ സന്തോഷമുണ്ട് നല്ല റാങ്ക് കിട്ടിയതിൽ. ചേട്ടൻ ഞങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു. ഞങ്ങളും ഇതുപോലെ തന്നെ നല്ല അച്ചീവ്മെൻറ്റ് നേടാൻ വേണ്ടി സ്ട്രൈവ് ചെയ്യുന്നു. ഞാൻ ഷിനോജ്, ജോണിൻ്റെ ഫാദറാണ്. അപ്പോൾ ആദ്യമേ ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചതിൽ ജോണിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അതിന് മാന്നാനം സ്കൂളിനോടും മുല്ലശ്ശേരി അച്ഛനോടും ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഒപ്പം കൂടെ നിന്ന ബ്രില്യനോടും ഒത്തിരി നന്ദിയുണ്ട്. ജോൺ പഠിത്തത്തിൽ സ്കൂളിൽ നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും പ്രൊവിഷ്യൻസി അവാർഡൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 10ാം ക്ലാസ്സിലെ മാർക്ക് വന്ന ശേഷം ഇപ്പോൾ പ്ലസ് 2-നും അതുപോലെ തന്നെ നല്ലൊരു കോച്ചിങ്ങിനുമായിട്ട് എവിടെ ചേർക്കണം എന്ന ഒരു കൺഫ്യൂഷൻ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു ഇതിലേക്ക് വേണ്ടി ഏറ്റവും നല്ല സ്കൂള് KE സ്കൂൾ മാന്നാനമാണെന്ന് അറിഞ്ഞത്. അപ്പോൾ അവിടുത്തെ ഒരു ടീച്ചിങ് മെത്തേഡും അവർ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയും എല്ലാം വളരെ മികച്ചതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ മോനെ അവിടെ തന്നെ ചേർക്കാൻ തീരുമാനിച്ചത്. ഏതായാലും ആ തീരുമാനം ഒട്ടും തെറ്റിയില്ല. വളരെ സന്തോഷമുണ്ട്. ഇവരുടെ സ്കൂളിൽ ഈ പ്ലസ് ടുവിൻ്റെ കേസിൽ വളരെ നേരത്തെ തന്നെ സിലബസുകളെല്ലാം അവർ തീർത്തു കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വന്തമായൊരു ഷെഡ്യൂൾ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ സ്വയം പ്രിപ്പയർ ചെയ്യാൻ നല്ലൊരു അവസരം കിട്ടിയിരുന്നു. അതായത് അവർക്ക് JEE മെയിൻസ്, ഈ പറയുന്ന കീംസ്, JEE അഡ്വാൻസ് അങ്ങനെയുള്ള എക്സാമിന് നല്ലൊരു പ്രിപ്പറേഷനുള്ള അവസരം ഇവർക്ക് സ്കൂളായിട്ട് തന്നെ ഒരുക്കി കൊടുത്തിരുന്നു. നേരത്തെ പോർഷൻസും എല്ലാം തീർത്ത് അവരുടെ ഓൺ ഒരു വേയിൽ പഠിക്കുന്നതിനുള്ള എല്ലാ അവസരവും സ്കൂൾ ഉണ്ടാക്കിയിരുന്നു. അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. ഇനി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് നല്ലൊരു റിസൾട്ടും കിട്ടി. നല്ലൊരു 2 വർഷത്തെ നല്ല ഹാർഡ് വർക്കിൻ്റെ ശരിയായ റിസൾട്ടും കിട്ടി. അതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളാണെങ്കിലും നല്ലൊരു സ്കൂളാണ് സജസ്റ്റ് ചെയ്യുന്നതിനും ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്കൂളാണ്. നല്ല റിസൾട്ട് തന്നെ തരുന്നുണ്ട്. ഞങ്ങൾക്കാണ് ധൈര്യമായിട്ട് കുട്ടികളെ അവിടെ വിടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആ ഒരു സന്തോഷമാണ് എനിക്കുള്ളത്. അന്നെടുത്ത തീരുമാനം ശരിയായിരുന്നു തന്നെയാണ് എൻ്റെയും തീരുമാനം. ഞാൻ അനിറ്റ, ജോൺ ഷിനോജിൻ്റെ അമ്മയാണ്. ഈ പ്രാവശ്യത്തെ 2025 കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും. അവൻ 10th കഴിയുമ്പം സ്കൂൾ ടോപ്പറായിട്ടായിരുന്നു 10th കഴിഞ്ഞത്. പക്ഷേ മോനാണെങ്കിൽ ഇവിടെ അടുത്ത ഏതെങ്കിലും സ്കൂളിൽ പോയി പഠിക്കണം എന്നായിരുന്നു താല്പര്യം. അവന് ഹോസ്റ്റലിൽ പോകുക എന്നുള്ളൊരു കാര്യം അന്ന് ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഞാനും ജോണിൻ്റെ അപ്പയും കൂടെ പറഞ്ഞു, എടാ നല്ലതാണ്,
കെ മാന്നാനത്ത് എപ്പോഴും പഠിക്കുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവനവിടെ പോകാൻ അങ്ങനെ വില്ലിങ് ആവുകയായിരുന്നു. ഇനിഷ്യലി അവന് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അവൻ്റെ ഫ്രണ്ട് ഒരു ജസ്വിൻ ജോയൽ ഉണ്ടായിരുന്നു, ഒരു കുട്ടി. അവൻ ഒത്തിരി അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അവൻ ഇപ്പോഴും പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഡൗട്ട്സ് ആയിരിക്കും അത്, പക്ഷേ ആ ഇനിഷ്യൽ കേസിൽ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അതെപ്പോഴും ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവനത് ഒത്തിരി അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവനതങ്ങ് ബിൽഡ് ചെയ്ത് വന്നു. അപ്പോൾ പിന്നെ ആണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിൽ ഈ ചാപ്പലിൻ്റെ സൗകര്യമുണ്ട്. രാവിലെ കുർബാന ഇന്ന് നടക്കാറുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി അവൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഹോളി മാസിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവനങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു കുട്ടിയായിരുന്നു. പിന്നെ ഇപ്പോൾ സെക്കൻഡ് ഇയറിലാണെങ്കിൽ കണ്ണൻ സാർ വളരെ സപ്പോർട്ടീവായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അസുഖം വരുമ്പോഴാണെങ്കിലും നമുക്ക് വിളിച്ചന്വേഷിക്കാനായിട്ട് ഹോസ്റ്റൽ വാർഡൻസ്, ജോർജ് സാറ്, ബിതിൻ സാറ്, കണ്ണൻ സാറ്, ഇവരെല്ലാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ കോണ്ടാക്റ്റ് ചെയ്യാമെന്നുള്ളൊരവസ്ഥയായിരുന്നു. പിന്നെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പഠിച്ച് വരുമ്പം ചില സമയത്തൊക്കെ ടെസ്റ്റുകൾക്ക് മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ ഒത്തിരി ഡെസ്പായിട്ട് എന്നെ വിളിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും, മോൻ നന്നായിട്ട് പരിശ്രമിക്കുക. നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരിക്കലും ഒരു പശ്ചാത്താപം തോന്നാതിരുന്നാൽ മതി. എൻ്റെ സമയം ഞാൻ വിനിയോഗിച്ചില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാലാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. എൻ്റെ സമയം ഞാൻ പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തിന് പിന്നെ പേടിക്കണം? ആ ഒരു രീതിയിൽ നമ്മൾ എപ്പോഴും കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ജോണിന് ചെറിയ ക്ലാസ് മുതൽ അന്നന്നത്തെ പോർഷൻസ് അന്ന് തന്നെ കവർ ചെയ്യുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നന്ന് പഠിപ്പിക്കുന്ന പോർഷൻസ് അന്നന്ന് തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ അത് ശരിക്കും നമ്മളെ ഒരു വിജയത്തിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ടെക്സ്റ്റ് ബുക്സ് വായിക്കുക. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ചുകൂടി ഇൻഡെപ്ത് സ്റ്റഡി നടത്തുമായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവൻ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പം സ്റ്റുഡൻസ് പ്രത്യേകം ഓരോ ദിവസത്തെയും പോർഷൻസ് അന്ന് കവർ ചെയ്യാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളും ഉന്നത വിജയത്തിലേക്ക് എത്തിച്ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. സ്കൂളിലെ ടീച്ചേഴ്സായ ഷബീറാമ്മ, പിന്നെ മറിയാമ്മ ടീച്ചർ, ഫാദർ ജെയിംസ് മുല്ലശ്ശേരി പ്രിൻസിപ്പൽ അച്ഛൻ, ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരുന്നുകൊണ്ടിരുന്നത് ആ ഒരു കാലയളവിൽ. അപ്പം എന്തായാലും ഇത്രയും നല്ല റിസൾട്ട് വന്നതിൽ സ്കൂളിനോട് ഞങ്ങൾ ഒത്തിരിയധികം കടപ്പെട്ടിരിക്കുന്നു. എല്ലാവരോടും നന്ദി. താങ്ക് യു.